ഫെയിലിയർ, സക്സസ് മാത്രമല്ല ബിസിനസ്സിലുള്ളത്. തോറ്റിട്ടുണ്ടോ? തോൽക്കാത്ത ബിസിനസ്സുകാരുണ്ടോ? ഇല്ല, തോക്കാത്ത ബിസിനസ്സുകാരില്ല. എല്ലാവരും സക്സസ് മാത്രമാണ് കാണുന്നത്. എല്ലാ സക്സസിന്റെ പുറകിലും ഒരു വലിയ ഫെയിലിയർ ഉണ്ട്. ആ ഫെയിലിയറാണ് ആ ബിസിനസിന്റെ ബാക്ക് ബോൺ. സഫ്വാൻ എന്താണ് ഇപ്പോൾ ആളുകളോട് പറയാനുള്ളത്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പറയാനുള്ളത്? ഈ കറണ്ട് സിറ്റുവേഷൻ ആവട്ടെ, ലൈഫിൽ നമ്മൾ ബിസിനസ് ആവട്ടെ എന്താവട്ടെ, ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഒരാൾ എത്ര പ്രാവശ്യം എത്രത്തോളം ആൾ തോൽക്കുന്നോ അത്രത്തോളം ആൾക്കാർ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ ആണ്. ഒരു സംശയമില്ല, ബിസിനസ് നല്ല എന്തെന്നാവട്ടെ. അപ്പോൾ നമ്മളെ അപേക്ഷിച്ചിടത്തോളം ഫെയിൽ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പതറാതെ പേടിക്കാതെ നിൽക്കണം. ഏത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന ഏത് ബിസിനസ് ആവട്ടെ, ഇവൻ ഞാനാവട്ടെ, അഖിൽ ബ്രോ ആവട്ടെ, നമുക്ക് എല്ലാവരും ഫെയിലിയേഴ്സിലൂടെ കടന്നു പോകും. അവിടെ ഇനി ഫെയിൽ ആവാനല്ല, മീൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രം പോകില്ല, ഇങ്ങനെയൊക്കെ പോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ശരിക്കും അത് ഉദാഹരണം പറയാം. നമുക്ക് ഒരു കടലിൻ്റെ തിരമാലയുണ്ട്, അതിങ്ങനെ പൊങ്ങും താഴെ വരും, പൊങ്ങും താഴെ വരും, ഇത് നിൽക്കണില്ല. ഇതിവിടെ പറയാനുള്ള പ്രധാന റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനാവട്ടെ അഖിലത്തോടെ നമ്മളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ പേര് ഇൻഫ്ലുവൻസ് ആയിട്ട് കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെ കണ്ട് നമ്മൾ തുടങ്ങി ഇപ്പോൾ ആക്കാൻ പറ്റുന്നത് ഇതാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇപ്പം നമ്മളൊരു ഭാഗം മാത്രമാണ് സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. ഇതൊരു കാണാത്തൊരു ഭാഗം എന്തുണ്ട്, ബിസിനസ്സിൽ ഇത് റിയൽ ആണ്. ഈ സ്ട്രഗിൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഈ സ്ട്രഗിൾ വരുമ്പോൾ ആൾക്കാർ പേടിച്ച് പതറി നിൽക്കുകയാണ്. അത് നമ്മളെ അപേക്ഷിച്ചിടത്തോളം നമ്മൾ പ്രീ പ്ലാൻഡ് ആണ്. എന്തായാലും വരും, ബിസിനസ് ആണോ സ്ട്രഗിൾ വരും. അതെങ്ങനെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സ്കില്ല്. ആ സ്കില്ല് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫെയിൽ ആവാൻ ശ്രമിക്കുക. എത്രത്തോളം ഫെയിൽ ആവുന്നോ അത്രത്തോളം നമ്മൾ മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് പരിപാടി നമ്മൾ ഇറങ്ങിയാലും അതിന് ഫെയിലിയർ മുന്നിൽ വെച്ചിട്ട് ഇറങ്ങിക്കോ. ഫെയിലിയർ മുന്നിൽ വെച്ചിട്ട് അതിന് ചാടിക്കോ. ആ ഫെയിലിയർ മുന്നിൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴി വേറെ കാണും. അതിന് സക്സസ് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ ലൈഫിൽ സക്സസ് ആവണോ, നിങ്ങൾ ഫെയിലിയർ ആയാൽ മാത്രമേ നിങ്ങൾ ലോങ് ടൈമിൽ നിങ്ങൾ സക്സസ് ആവുള്ളൂ. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫെയിലിയർ ആവാതെ ഒറ്റയടിക്ക് നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ കഴിവ് മാത്രമല്ല, അത് ചിലപ്പോൾ സ്കില്ലോ ആ സാഹചര്യമോ അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഒരു നെഗറ്റീവ് പ്രിപ്പറേഷൻ ഇല്ലാതെ നിൽക്കരുത്. എത്ര സക്സസ് ആയി നിൽക്കുന്ന സമയമാവട്ടെ, എത്ര ടോപ്പിൽ നിൽക്കുന്ന ടൈമാവട്ടെ, നെഗറ്റീവ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേണം എന്നുള്ളതാണ് ഈ ചെറിയൊരു കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്.